നമസ്കാരം. പൊതുജനത്തിന് CPM-നോടാണ് താല്പര്യം എന്ന് അവകാശപ്പെടുന്ന പിണറായി സഖാവ് നടത്തുന്ന ദൂർത്ത് പരിപാടിക്ക് ആളില്ല. ഒടുക്കം നാണക്കേട് മാറ്റാൻ പെടാപ്പാടുപെടുകയാണ് CPM. അതിന്റെ ഭാഗമായി മുഖാമുഖം പരിപാടിയിൽ പരമാവധി ആളെ കൂട്ടാൻ വേണ്ടി വിവിധ വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കർശന നിർദ്ദേശം ലഭിച്ചു എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവരികയാണ്. ഇതിൽ ഉഴപ്പുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ പ്രത്യേകമായിട്ടുള്ള സംവിധാനം വരെ ഒരുക്കിയിരിക്കുകയാണ് പിണറായി സർക്കാർ. തൊഴിലുറപ്പുകാർക്കും കുടുംബശ്രീക്കാർക്കുമെല്ലാം ഇടതുഭരണത്തിന്റെ ഭീഷണിപ്പെടുത്തൽ നയം വ്യക്തമായതോടെ സ്ത്രീകളെല്ലാം വിട്ടുനിന്നു. അതിനൊപ്പം യുവാക്കൾ കൂടെ പാർട്ടിയിൽ നിന്ന് ചോർന്നു പോകുന്നത് വളരെ വേദനയോടെ നോക്കി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ CPM-ന്റേത്. അതിനിടെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന് ഇതുവരെ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയും ചെയ്തു. എന്തെല്ലാം എഴുതിവിട്ടിട്ടും ഇന്നലെ വന്നത് എന്തായിരുന്നു എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. ജനം എന്തൊക്കെയാണ് സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലായില്ലേ എന്നെല്ലാം വീമ്പിളക്കിയ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ താൻ നേരിട്ടെത്തി യുവാക്കളുമായി സംവദിക്കുന്ന പരിപാടിയായിട്ട് പോലും ആളില്ലാതെ ബുദ്ധിമുട്ടുന്നത്. പരിപാടിക്ക് ആളില്ലാത്തതോടെ തലയിൽ മുണ്ടിട്ടോടേണ്ട ഗതിയിലാണ് ഇപ്പോൾ CPM-ഉം മുഖ്യമന്ത്രിയുമെന്ന് ചുരുക്കം. അതേസമയം മുഖാമുഖം പരിപാടി സംഘടിപ്പിക്കുന്നത് സ്പോൺസർഷിപ്പിലൂടെയാണ് എന്നാണ് അവകാശപ്പെടുന്നത്. എന്നിട്ട് പോലും ആളെ എത്തിക്കാൻ വകുപ്പുകൾക്ക് സ്വന്തം ഫണ്ട് ഇറക്കേണ്ടിരുന്ന സാഹചര്യമാണ് ഉള്ളത്. പരിപാടി നടക്കുന്ന ജില്ലകളിലേക്ക് മറ്റെല്ലാ ജില്ലയിൽ നിന്നും ആളെ എത്തിക്കേണ്ടതിനാൽ ലക്ഷക്കണക്കിന് രൂപ ഇത്തരത്തിൽ പോകുന്നുണ്ടെന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ഈ മാസം 18-ന് കോഴിക്കോട് ആരംഭിച്ച മുഖാമുഖം പരിപാടി മാർച്ച് 3-നോടെയാണ് സമാപിക്കുന്നത്. തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് പ്രധാനമായും പരിപാടി സംഘടിപ്പിക്കുക. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തയ്യാറാക്കിയ ക്ഷണക്കത്ത് വകുപ്പുകൾക്കെല്ലാം കൈമാറിയിട്ടുണ്ട്. ഇതിൽ പേരെഴുതി പ്രമുഖർക്ക് കൈമാറുകയും അവരെ പരിപാടി നടത്തുന്ന ജില്ലകളിലേക്ക് എത്തിക്കുകയും ചെയ്യുകയാണ് വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും ജോലി. അതായത് പരിപാടിക്ക് ആളെ കൂട്ടുക. ഓരോ സ്ഥലത്തും 20,000-ഓളം പേരെയാണ് എത്തിക്കേണ്ടതെന്നാണ് നിർദ്ദേശം. ഓരോ സർക്കാർ സ്ഥാപനത്തിനും 50 മുതൽ 100 പേരെയെങ്കിലും എത്തിക്കാനുള്ള ടാർഗറ്റും നൽകിയിട്ടുണ്ട്. എന്നാൽ ക്ഷണിക്കുന്ന ചിലർ കാറിലെ യാത്ര ചെയ്യൂ എന്ന് വാശി പിടിക്കുന്നതിനാൽ യാത്രാ ചെലവിനുള്ള തുക കൂടെ നൽകേണ്ടി വരും എന്നൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ സംഘാടകർ. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായതിനാൽ പല സ്ഥാപനങ്ങളും താൽക്കാലിക ജീവനക്കാർക്ക് മാസ ശമ്പളം പോലും നൽകാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പരിപാടിയെ ആളെ കൂട്ടാനുള്ള നടപടി തുടരുന്നത്. ഫണ്ടില്ലെങ്കിലും സർക്കാർ ഇത്തരം ധൂർത്ത് പരിപാടിക്കായി പണം ചെലവാക്കുന്നു എന്നതാണ് വിരോധാഭാസം. ചില വകുപ്പുകൾ യാത്രയ്ക്കായി ടൂറിസ്റ്റ് ബസ് അടക്കം എത്തിയിട്ടും പലരും പരിപാടിക്ക് എത്തുന്നില്ല എന്ന ധർമ്മസങ്കടത്തിലാണ് CPM.